ഈ അഭിഷേകത്തിന്റെ ഒരു സവിശേഷത, അത് മാനിഫെസ്റ്റ് ചെയ്യും. ഒരു സ്വത്രം പറഞ്ഞേ, അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല, അത് മാനിഫെസ്റ്റ് ചെയ്യും. ആദ്യത്തെ വെല്ലുവിളി യോർദാനായിരുന്നെങ്കിൽ അടുത്ത ഒരു വെല്ലുവിളിയിലേക്കാണ് നാം വന്നത്. പക്ഷെ ഒരു കാര്യം കൂടി എന്നോട് ചേർന്ന് ഞാൻ പറയാം. അവനെ പരിചയപ്പെടുത്തുന്നത്, ലോകം പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയാവോ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവൻ. താലന്ത് കൊണ്ട് തല പലപ്പത്ത് വരുന്നതും ദൈവകൃപ കൊണ്ട് വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വത്രം പറ, സ്വത്രം പറ. തല കുനിച്ചു കൊടുക്കുന്നവൻ്റെ മേലെ ആത്മാവിൻ്റെ നിറവ് വരുന്നത്. ഓ സ്വോത്ര 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 സ്വോത്രം. സെർവ് ചെയ്യാൻ തയ്യാറുള്ളവൻ്റെ മേലെ ദൈവകൃപ വരുന്നത്. ഓ റബലറഖനാദര. താലന്ത് കൊണ്ട് നീ ഒരിടത്തും എത്തത്തില്ല, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം കൊണ്ട് നീ ഒരിടത്തും എത്തത്തില്ല. എന്നാൽ ദൈവകൃപ, താഴ്മയോടെ കർത്താവിനെ സെർവ് ചെയ്യാൻ ഞാനും നീയും തയ്യാറാണെങ്കിൽ നിന്റെ അഭിഷേകം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. വന്ന ഓരോ വെല്ലുവിളിക്കും സഹിച്ച മറുപടി അനോയിന്റിങ് ആയിരുന്നു. സ്തോത്രം. ആദ്യത്തെ വെല്ലുവിളിക്ക് മറുപടി പുതപ്പായിരുന്നു. രണ്ടാമത്തെ വെല്ലുവിളിയാണ് വായിച്ചത്. അവിടെ എനിക്കൊരല്പസമയം നിന്ന് അനുവാദം തരുമെങ്കിൽ അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. വെള്ളിയാഴ്ചയൊക്കെ ഞങ്ങളുടെ സഭയിൽ ശക്തമായ പ്രാർത്ഥനയാണ്. പക്ഷെ ഇത്രയും പേരില്ലല്ലോ. പക്ഷെ ദൈവകൃപയുള്ള ഇത്രയും പേരെ ഒരു കെട്ടിടത്തിൽ ഇന്ന് രാത്രി തമ്പുരാൻ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ അടച്ചിട്ട മുറിയിൽ എണ്ണയുടെ പകർച്ച, ഓ ദൈവത്തിന് സ്തോത്രം പറ. ഈ അടച്ചിട്ട മുറിയിൽ എണ്ണയുടെ പകർച്ച ഇന്ന് രാത്രി നടക്കുന്നെങ്കിൽ കടക്കാര് പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്ന തലമുറയെ പിശാചിന്റെ കെട്ടിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ച് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. വേദന എനിക്കറിയാം എന്താണെന്ന്. ഒരപ്പൻ്റെ, അമ്മയുടെ, അത്യാവശ്യം ദൈവജനത്തോട് വളരെ പേഴ്സണൽ ലെവലിൽ ഇടപെടുന്ന ഒരു ഉപദേശിയാണ്. പലരും പുറത്തു പറയാത്തത് മാന്യതയുടെ പേരിലും നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ കൊണ്ടൊക്കെയാ. പക്ഷെ പാസ്റ്റർമാർക്ക് പറഞ്ഞുള്ള അറിവുമുണ്ട്, വിവേചിച്ചുള്ള അറിവുമുണ്ട്. ഭയങ്കര വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. പല സമ്പാദ്യങ്ങളുണ്ടായിട്ടും പല നേട്ടങ്ങളുണ്ടായിട്ടും ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ഞങ്ങളുടെ തലമുറ ദൈവവഴിയിൽ നടക്കുന്നത് കാണുവാൻ കഴിയുമോ എന്ന് വളരെ വേദനയോടെ കരയുന്ന അനേകർ ഇന്ന് രാത്രി ഇതിനകത്തുമുണ്ടെന്ന് ദൈവാത്മ വിവേചിച്ച് പറയുക. നിങ്ങളോടൊരു ദൂത് എനിക്കിന്ന് രാത്രി പറയാനുണ്ട്. ആ കടക്കാർ വെളിയിൽ വന്നു. അന്നത്തെ നാട്ടു നടപ്പ ഹീബ്രു ലോയാണ്. നീ കടം മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ചോദ്യങ്ങൾ പലതുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു പ്രവാചക ശിഷ്യന്, സ്കൂൾ ഓഫ് പ്രോഫറ്റ്സിലെ ഒരു മനുഷ്യന് കടം വന്നത്? ഞാനൊരു ദൈവശാസ്ത്രം അങ്ങ് നേരെ പറയാ. ഇന്നത്തെ കാലത്ത് ഇത് പറയേണ്ടത് ആവശ്യമാകട്ടോ. ദൈവത്തെ സേവിച്ചാലും നിനക്ക് വെല്ലുവിളികൾ വരും. ദൈവത്തെ സേവിച്ചാലും നിനക്ക് രോഗങ്ങൾ വരും. ദൈവത്തെ സേവിച്ചാലും നീ മരണപ്പെട്ടേക്കാ. ദൈവത്തെ സേവിച്ചാലും നീ കൊല്ലപ്പെട്ടേക്കാ. അതൊന്നുമല്ല ആത്മീയതയുടെ അടിസ്ഥാനം. അങ്ങനെ ഒരു ദൈവശാസ്ത്രം പറയരുത്. മനസ്സിലായോ? എത്ര കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ആരും മരിക്കും മരിക്കത്തില്ലെന്ന് പറയാൻ ഉത്തരവാദിത്ത സ്നേഹിത നിനക്കല്ല, അത് സ്വർഗത്തിലെ ദൈവത്തിനാ. നീ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കോ. ദൈവത്തെ സേവിച്ചാലും വെല്ലുവിളി വരും. അന്ന് ദൈവത്തെ മാനിക്കാത്തവനല്ല, പിന്നെ ദൈവദാസന്മാരെ മാനിക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ ആ കാലഘട്ടത്തിൽ അവൻ ആ ദാരിദ്ര്യത്തിലേക്ക് പോയത്. അങ്ങനെ അപ്രതീക്ഷിതമായ സമയത്ത് മരിച്ചു. ഭർത്താവ് മരിച്ച വേദന താങ്ങാനാവാതെ, ആ വിരഹ ദുഃഖം താങ്ങാനാവാതെ നിന്ന ഒരു സ്ത്രീയുടെ, രണ്ടാൺമക്കൾ മാത്രം പ്രതീക്ഷയുള്ള ഒരു സ്ത്രീയുടെ വീടിൻ്റെ വാതിലേക്കിലേക്ക് നിയമപരമായി തന്നെ അവരെ പിടിച്ചു കൊണ്ടുപോകുക രണ്ട് കടക്കാർ വന്നപ്പോ അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനും നിങ്ങളും ചെയ്യുന്നത് അവൾ ചെയ്തത്. അവൾ തമ്പുരാനെ എന്ത് ചെയ്യാ? അവൾക്ക് പോകാൻ പ്രവാചകനായിരുന്നു. എന്നാൽ നമുക്കറിയാം, നമുക്ക് പോകാൻ ഇവിടെ വരണമെന്നില്ല, നമുക്ക് പോകാൻ ഒരു കോൺഫറൻസ് വേണമെന്നില്ല. ഒരു കാറിനകത്തും അപ്പാ എന്നൊരു നിമിഷം വിളിച്ചാൽ ഇറങ്ങി വരുന്ന ഒരു തമ്പുരാൻ
തന്നെയാണ് ഇന്ന് രാത്രി. ഓ പ്രവാചകന്റെ അടുത്ത് ചെന്നു. പ്രവാചകൻ ചെക്ക് എഴുതി കൊടുത്തില്ല. പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. എല്ലാം വിട്ട് ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് എൻ്റെ മേൽ വീണ ഒരു പുതപ്പിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുക, എന്തുണ്ട് നിൻ്റെ വീട്ടിൽ? അല്ല, അവൾ പറഞ്ഞു, അവിടെ പറച്ചിലിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്കുള്ളതിനെ നമ്മൾ വിലമതിക്കണം. ഒരു സ്വോത്രം പറഞ്ഞേ. പെന്തക്കോസ്തുകാർക്ക് എണ്ണയുടെ വില അറിയത്തില്ലെങ്കിൽ ലോകത്തിനറിയാം, പിശാചിനറിയാം. നിന്റെ പക്കൽ എന്തുണ്ട്? അവൾ പറഞ്ഞ്, ആകെ ഒരു ഭരണി എണ്ണ. അത് അനോയിൻറ്റിങ് ഓയിലാണോ ഇല്ലയോ എന്നൊന്നും തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു ചെറിയ സിംബലിസം ഞാൻ എടുക്കുകയാണ്. നമ്മുടെ പല വെല്ലുവിളിയും നേരിടാൻ നമ്മുടെ പക്കൽ എന്തുണ്ട്? ഇംഗ്ലീഷ് പറഞ്ഞ് ജയിക്കാൻ പറ്റുമോ? ഇവരൊക്കെ ചോദിക്കുന്നതിന് മറുപടി പറയാനുള്ള ഫിലോസഫി എനിക്കും നിങ്ങൾക്കും അറിയാമോ? ലോജിക്കലി പറഞ്ഞ് നിൽക്കാനുള്ള പ്രാപ്തി എത്ര പേർക്കുണ്ട്? എനിക്കില്ല. പിന്നെ എന്നാ മറുപടി? ആ മറുപടി ദൈവം തന്നത് ഇന്ന് രാത്രി ഞാൻ പറയുക. നീ അകത്ത് കടന്ന് നിന്റെ പക്കൽ എന്നാ ഉണ്ട്? എൻ്റെ മേൽ പകർന്ന ഒരു ആത്മശക്തിയുണ്ട്. ഉടബലരഘടകഥം. നിന്റെ പക്കൽ എന്നാ ഉണ്ട്? എൻ്റെ മേൽ പകർന്ന ഒരു ആത്മശക്തിയുണ്ട്. എൻ്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്. എൻ്റെ മേൽ പകർന്ന ഒരു ദൈവകൃപയുണ്ട്. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു തീയുണ്ട്. എൻ്റെ മേൽ ബന്ധപ്പെട്ട ഒരു എണ്ണയുണ്ട്. അത് മതി. നിന്റെ പക്കൽ എന്തുണ്ട്?